വെൽക്കം ബാക്ക് ടു HP വ്ളോഗ്സ്. അപ്പോൾ ഞാൻ സാധാരണ ഒരു കുക്കിംഗ് ബേസ്ഡ് ആയിട്ട് എന്തെങ്കിലും കാണിക്കുന്ന അല്ലെങ്കിൽ ഡിഷ് ബേസ്ഡ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ വീട്ടിൽ നമുക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു റെസിപ്പീസ് ആണല്ലോ ചെയ്യാറ്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് കുറേ നല്ല വെറൈറ്റി ഡിഷസ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. ഒരു റെസ്റ്റോറൻറ്റിൽ പോയി അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. നമുക്ക് അറിയാമല്ലോ, മനുഷ്യ മനസ്സിനെ സ്നേഹവും ഫുഡും സ്വാധീനിക്കുന്ന പോലെ മറ്റൊന്നിനും സ്വാധീനിക്കാൻ കഴിയില്ല എന്നാണ് തോന്നുന്നത്. അല്ല, അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇവിടെ കോഴിക്കോട് ബീച്ചിനടുത്ത് തന്നെ ഉള്ളൊരു റെസ്റ്റോറൻ്റ് ആണ് ഷാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള. അവിടെ നമ്മുടെ ഒരു കോട്ടയം ഒറിജിനിൽ ഒരു ടച്ച് വന്നിട്ട് പിന്നെ നമ്മുടെ കേരള ഒതൻറ്റിക് സ്റ്റൈൽ ട്രഡീഷണൽ സ്റ്റൈൽസ് മിക്സ് ചെയ്ത് അവർ തന്നെ ഡെവലപ്പ് ചെയ്ത്, അതായത് ഒരു പഴയ തനിമയും പിന്നെ നമ്മുടെ ഒരു ന്യൂജൻ വെറൈറ്റിയും കൂടെ ഒരു മിക്സ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് അവരുണ്ടാക്കിയ കുറേ സൂപ്പർ വെറൈറ്റി ഡിഷസ് ഉണ്ട്. അപ്പോൾ അതിൽ നമുക്കൊരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുന്ന അത്രയും ഡിഷസ് അല്ല ഉള്ളത്. അപ്പോൾ അതിൽ പറ്റുന്നതിൽ വെച്ചിട്ട് നിങ്ങൾക്ക് വളരെ സെലക്റ്റീവായിട്ട് കുറച്ച് ഡിഷസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാൻ പോവാണ്. അതായത് ഒരു ഷെഫും ഒരു ഭയങ്കരമായി ഫുഡിനെ സ്നേഹിക്കുന്ന ഒരു ആളും കൂടെ ചേർന്ന് ഉണ്ടായ ഒരു റെസ്റ്റോറൻ്റ് ആണ്. ശരിക്കും സൂപ്പറാണ്. അപ്പോൾ നമുക്ക് അവിടെ പോയി അവിടുത്തെ ഡിഷസൊക്കെ കണ്ട് തിരിച്ചു വരാം. ഹമൂറിൻ്റെ ഒരു തവാ ഗ്രില്ലാണ്. അപ്പോൾ ഇത് വെച്ചാൽ നമ്മളിത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മുടെ ഒരു സ്പെഷ്യാലിറ്റി മസാലയാണ്. സ്പെഷ്യാലിറ്റി മസാല എന്ന് പറഞ്ഞാൽ ചെറുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, തേങ്ങ, അങ്ങനെ കുറച്ച് നമ്മുടേതായ കുറച്ച് സ്പൈസസ് ഒക്കെ ഉണ്ട്. കുറച്ച് സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അതിലാണ് ചേർത്തിട്ട് അരച്ചിട്ട് നമ്മളുടെ ഓൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. നമ്മൾ തവാ ഗ്രില്ലാണ്. ഇത് നമ്മൾ സെർവ് ചെയ്യുന്നത് കരിങ്കല്ലിൻ്റെ വലിയൊരു പീസിലാണ് നമ്മൾ സെർവ് ചെയ്യുന്നത്. ഇതിൻ്റെ കുക്കിംഗ് മെത്തേഡ് തന്നെ ഒരു ഡിഫറെൻ്റ് ആണ്. കാരണം അത് സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ഹൈ ഫ്ലെയിം കൊടുക്കാൻ സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത്. കാരണം ആ മസാല അങ്ങനെ നമ്മൾ റെസിപ്പി പ്ലാൻ ചെയ്തെടുക്കാം. ലൈവായിട്ട് ചെയ്യും. അപ്പം നമ്മൾ ഇതിനകത്ത് ഫിഷ് സെറ്റ് ചെയ്തിട്ടുണ്ട്. കരിമീൻ, ആവോലി, ചെമ്പല്ലി, അങ്ങനെ പല ഡിഫറെൻറ്റ് വെറൈറ്റി ഫിഷുകളുണ്ട്. അപ്പോൾ കസ്റ്റമർക്ക് ഏതാണ് വേണ്ടത് തൂക്കി നോക്കിയിട്ട് അത് നമ്മൾ എടുത്തിട്ട് ഇതുപോലെ അപ്പം മസാല ഇടും. ഒരു 25-30 മിനിറ്റ്സ് കൊണ്ട് നമ്മളിത് റെഡിയായി കുക്ക് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമുക്കിത് മസാല ഇടാം. ഇത് ഏകദേശം ഫിഷൊക്കെ റെഡി ആയിട്ടുണ്ട്. ആ റെഡിയായ ഫിഷിലേക്ക് നമ്മൾ ലൈറ്റായിട്ട് തേങ്ങാപ്പാലം തളിച്ചു കൊടുക്കും. ഇങ്ങനെ ആ തവയിലൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ തളിച്ചു കൊടുക്കും. അപ്പോൾ കുറച്ച് സൈഡിലേക്ക് വെച്ചു തവയിലേക്ക് ഒഴിക്കും. അപ്പോൾ നമ്മൾ എന്നിട്ട് ഈ കരിഞ്ഞു പിടിക്കുന്ന ഈ മസാല ഉണ്ടല്ലോ, അത് നമ്മൾ കോരി ഇതിൻ്റെ മേളിലേക്ക് ഇടും. അപ്പോൾ അതിന് ആ തേങ്ങാപ്പാൽ ഇത് പിരിഞ്ഞു വരുമ്പോൾ അത് വേറൊരു ടേസ്റ്റാണ്. അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ കല്ലിലേക്ക് ഇടാം. അപ്പോൾ ഈ ഫിഷ് റെഡി ആയിട്ടുണ്ട്. ഹമൂറാണ്, ഹമൂറിൻ്റെ തവയാണ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇത് നമ്മളുടെ കല്ലിൽ ചുട്ട തവയാണ്. ഇതിൽ നമ്മൾ 2 മസാല കൊടുക്കാറുണ്ട്. ഒന്ന് കാന്താരിയും ഒന്ന് നോർമലും. കാന്താരി എന്ന് പറഞ്ഞാൽ നമ്മൾ കാന്താരിയും ചെറുള്ളിയൊക്കെ അരച്ചിട്ട് വെച്ചേക്കുന്ന ഒരു മസാല. അതാണ് ഇത് കാന്താരി മസാലയാണിത്. അപ്പോൾ അത് ഇതിൻ്റെ ഒരു സൈഡിലേക്ക് ഇട്ട് കൊടുക്കും. ണ്ട് ആ ഫിഷ് റെഡിയായ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ കാന്താരി അരച്ചത് നല്ല കാന്താരിയും ചെറുള്ളിയും എല്ലാം കൂടെ അരച്ചിട്ട് വെളിച്ചെണ്ണയിൽ ചാലിച്ച് വെച്ചേക്കുന്നതാണ്. ഇത് നമ്മൾ ഒരു സൈഡിലേക്ക് പയ്യെ ഇതിനെ സെർവ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഒരു 2 ഡിഫറെൻറ്റ് മസാലകൾ കൊടുക്കാന്നുള്ളത് അത് കസ്റ്റമറിൻ്റെ ചോയ്സ് അനുസരിച്ച് നമുക്ക് ഏത് വേണമെങ്കിലും ഫുള്ള് കാന്താരി ആക്കാം. അപ്പോൾ നമ്മളിപ്പോൾ 2 വെറൈറ്റി കൊടുക്കാം. 2 ടേസ്റ്റ് ചെയ്യണമെന്നുള്ളതാണ്. സ്പൈസി ഉള്ളവർക്ക് അത് കാന്താരി മാത്രം കൊടുക്കും. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ചള്ളാസുകൾ നമ്മൾ വെച്ചിട്ട് സെറ്റ് ചെയ്യും. പിന്നെ ഇതിൻ്റെ കൂടെ ഗാർണിഷ് നമ്മൾ കുറച്ച് ഇത് വെക്കും. ഇത് നമ്മൾ കുറച്ച് ഫ്ലെയിം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അധികം ഉണക്കമുളകൊന്നും വെക്കാൻ പറ്റത്തില്ല. ഇത് ഗണ്ണ് ചെയ്യുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നാളികേരപ്പാലും ഫയർ ഗൺ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ മേലിൽ അബ്സോർവ് ചെയ്ത്
അപ്പോൾ ഇതാണ് നമ്മുടെ കല്ലിട്ടിട്ട തവ. പിടിക്കാൻ പാടായിരിക്കും, ഒരു ബാഹുബലിന്റെ വെയിറ്റ് വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇതെന്തായാലും ടേബിളിലേക്ക് എത്തിക്കാം. ഇത് നമ്മുടെ സ്പെഷ്യാലിറ്റി ഡിഷാണ് കുമ്പൻകൂട്ടുകൾ. കുമ്പം എന്ന് പറഞ്ഞാൽ ഇളം ബീഫ് എന്നുള്ളൊരു കൺസെപ്റ്റാണ്. അതൊരു നാടൻ പ്രിപ്പറേഷൻ, നമ്മൾ ഓൺ ക്രിയേറ്റ് ചെയ്തൊരു സാധനമാണ്. പലയിടത്തും ബീഫ് കിഴിയോ അങ്ങനെ പലതുണ്ട്. കോഴിക്കോടല്ല, ഇത് ശരിക്കും ഒരു കേരള ഡിഷ് എന്നുള്ളൊരു രീതിയിൽ കൺസെപ്റ്റുള്ള ശരിക്കും ബീഫ് ഫ്രൈ തന്നെയാണ്. അതിൻ്റെ വേറെ കുറച്ച് നമ്മൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ഞാനതൊക്കെ പറയാം. അപ്പോൾ നമ്മൾ അതിനകത്ത് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി ബീഫ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബീഫ് ഇട്ടോ മോനെ, ബീഫ് ഫ്രൈ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ബീഫ് ഫ്രൈ ഉണ്ടാക്കുന്ന പറഞ്ഞാൽ നമ്മൾ ചീനച്ചട്ടിയിലിട്ട് ഉണ്ടാക്കുന്നത്, ആ ട്രഡീഷണൽ മെത്തേഡിലാണ് ഉണ്ടാക്കുന്നത്. ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലിട്ടിട്ട് ആ ഒരു സ്റ്റൈലിൽ. ബീഫ് ഫ്രൈ അല്ല, ബീഫ് റോസ്റ്റും അല്ല, ഒന്നെങ്കിൽ ഇത് ഒരു ചെറിയ നനവുണ്ട്. ഇത് ശരിക്കും നമ്മൾ ഇനി ഇലയിൽ കിഴി കിട്ടും. ഇലയിൽ കിഴി ഇട്ടിട്ട് അതിൽ നമ്മൾ കുറച്ച് പച്ചമുളക് ഇടും, കരിയാപ്പില ഇടും, പിന്നെ ഓനിയൻ സ്ലൈസ് ഇടും, പിന്നെ 2 തക്കാളി ക്യൂബ്സ് ഇടും. അപ്പോൾ ശരിക്കും ഈ ബീഫ് ഫ്രൈൻ്റെ കൂടെ നമ്മൾ ഒനിയൻ സ്ലൈസ് അല്ലാതെ റോ ആയിട്ട് ആൾക്കാർ കഴിക്കുമല്ലോ, ആ ഒരു കൺസെപ്റ്റ് നമ്മൾ ഒരു കുടക്ക് കൊണ്ടുപോകാന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്തതാണ്. ആ എരിവും പുളിയും മധുരവും എല്ലാം അതിനകത്ത് കൊണ്ടുപോകും. ഇനിയിപ്പോൾ ഏകദേശം ഇത് ആ എണ്ണയെല്ലാം ആ ബീഫ് കുടിച്ച് ഏകദേശം പരുവത്തിലേത്. അപ്പോൾ ഇനി നമ്മൾ ഇതിനകത്തോട്ട് നാളികേരപ്പാലുണ്ടല്ലോ, നാളികേരപ്പാൽ നമ്മൾ ഒറിജിനൽ നാളികേരപ്പാലെല്ലാം എടുത്തിട്ട് ഒന്ന് തളിച്ച് കൊടുക്കും. അപ്പോൾ ഇതിനൊരു വേറൊരു ഫീൽ കിട്ടും. എനിക്ക് പിന്നെ ലേശം കുരുമുളക് പൊടി. എന്താണ് സ്പെഷ്യാലിറ്റിയാണ്. സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇതിവിടെ കൊടുക്കുന്ന നോർമൽ ഡിഷുകളൊന്നുമല്ല, ഇതൊരു നൊസ്റ്റാൾജിയാണ്. തേങ്ങാപ്പീരിയും മാങ്ങാച്ചാറും. തേങ്ങാപ്പീരിയും മാങ്ങാച്ചാറും പണ്ടൊക്കെ നമ്മളെ ചെറുപ്പത്തിലൊക്കെ വീടുകളിലൊക്കെ പിന്നെ തേങ്ങ ഇടുമ്പോൾ ഈ ഇളവൻ തേങ്ങയുണ്ട്, ഇളവൻ തേങ്ങയും അതിങ്ങനെ കിഴിഞ്ഞെടുക്കാമല്ലോ. അതും വീട്ടിൽ മാങ്ങാച്ചാർ എപ്പോഴും ഉണ്ടാവും. മാങ്ങകൾ ഇഷ്ടമുള്ളതുകൊണ്ട് മാങ്ങാച്ചാറുണ്ടാവും. അപ്പോൾ അമ്മ ഉണ്ടാക്കുന്ന ആ ഒരു നൊസ്റ്റാൾജി സാധനം നമ്മളിങ്ങനെ തോണ്ടി കഴിക്കും. അപ്പോൾ അതിവിടെ വരുമ്പോൾ നമ്മളിങ്ങനെ ഫുഡിലേറ്റ് ആവുന്ന സ്റ്റാർട്ടറായിട്ട് നമ്മളിങ്ങനെ നൊസ്റ്റാൾജി ആയിട്ടൊരു ഫീല് കൊടുക്കുക. കപ്പ ബിരിയാണിയാണ് അടിപൊളി സാധനം. പിന്നെ ഫിഷില് മത്തി അത് മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട സാധനങ്ങളാണ്. ചിക്കനിൽ വരുന്നതാണോ ബീഫിലാണോ? ബീഫിൽ വരുന്നത് അതാണ് ഫേവറേറ്റ്. പിന്നെ വേറെ മീൽസ് മസ്റ്റ് ട്രൈ ചെയ്യേണ്ട സാധനമാണ്. ഓരോ ടൈമിൽ വരുമ്പോൾ ഓരോ സാധനം. ഉച്ചക്ക് വരാനും മീൽസ് മസ്റ്റായി ട്രൈ ചെയ്യാം. ഈവനിങ് വരുമ്പോൾ കപ്പ ബിരിയാണി അത് മസ്റ്റായി ട്രൈ ചെയ്യാം. ഫിഷ് പിന്നെ സ്പെഷ്യലായിട്ട് ഒന്നും എടുത്ത് പറയാനില്ല, എല്ലാ ഫിഷും സൂപ്പറാണ്. എല്ലാ ഫിഷും സൂപ്പർ എന്നാണ് പറയുന്നത്. എല്ലാം മസാല പൊടി മസാല ആണ്. പിന്നെ പ്രസന്റേഷന് നിങ്ങൾക്ക് ഇവിടെ വീഡിയോയിൽ എടുക്കുമ്പോൾ കാണാൻ നൊസ്റ്റാൾജിയ ടോപ്പാണ്. എന്നാൽ കസ്റ്റമർ സർവീസിന് 5 to 5 ആണ് കൊടുക്കും. അപ്പോൾ താങ്ക് യു ഏട്ടാ. അതിൻ്റെയൊക്കെ ടേസ്റ്റ് വരുന്നുണ്ട്. പിന്നെ വെളുത്തുള്ളി അതിനൊക്കെ കുറേ മിക്സേഴ്സിൻ്റെ ടേസ്റ്റ് വരുന്നുണ്ട്. അതായത് സാധനം സൂപ്പറായിട്ടുണ്ട്. നമ്മൾ നാടൻ ഇൻഗ്രീഡിയൻസ് തന്നെയാണ്, ആർട്ടിഫിഷ്യൽ കളറും നമ്മളുടെ ഓൺ മസാലകളാണ്. ഇതിന്റെ പേരെന്തായിരുന്നു? കോഴി ചതച്ച് കൂട്ടിയത്. കോഴി ചതച്ച് കൂട്ടിയത് സൂപ്പറായിട്ടുണ്ട്. നമ്മുടെ നമ്മൾ ഉണ്ടാക്കിയില്ലേ ബീഫ് കിരി കുമ്പൻ, അതാണ് ഇതുള്ളത്. ഇതാണ് അതിൻ്റെ ഒരു പ്രസന്റേഷൻ. ഇതിലിപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് തക്കാളി ഇട്ടിട്ടുണ്ട്, ചെറുള്ളി ഇട്ടിട്ടുണ്ട്. അപ്പം ഇതെല്ലാം കൂടെ ആ ഒരു ഇതിനകത്ത് ടൈറ്റായി നിന്ന് നമ്മൾ എണ്ണയിൽ ചുട്ടെടുത്താണല്ലോ. അപ്പം അതിനൊരു ടൈറ്റ് ഫീൽ കിട്ടും.
ഞാനിത് സത്യം എൻ്റെ ജീവിതത്തിൽ ഇന്നേരം ഞാൻ ബീഫ് കഴിച്ചിട്ടാത്ത വ്യക്തിയാണ്. പക്ഷെ ഇത് ഉണ്ടാക്കുന്ന കണ്ടിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഒരു ചെറിയ പീസ് ഞാൻ കഴിച്ചു വെക്കാൻ പോവാണ്. ഇത് ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട്. ബീഫിന്റെ യഥാർത്ഥ ടേസ്റ്റ് എന്താണെന്ന് എനിക്ക് അറിയില്ല. ഇതൊരു തുടക്കമാണ്. അതുകൊണ്ട് എനിക്ക് ഇതിനെ പറ്റി എനിക്ക് വേറെ ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് നമ്മുടെ ഏറ്റവും കൂടുതൽ മൂവ് ചെയ്യുന്ന ഒരു ഡിഷുകൾ ഒന്നാണ്. അതായത് കപ്പയും മീൻ വറ്റിച്ചതും. കറിയാണ്. ആ ഒരു ട്രഡീഷണൽ ചട്ടിയിൽ തന്നെയാണ് കുടമ്പുളിയൊക്കെ ഇട്ടിട്ട് മുളക് അരച്ച് വെക്കുന്ന, വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന അതേ രീതിയിൽ വെക്കുന്ന. ഇതിന് കൂടെ നമ്മൾ കപ്പയുണ്ട്. കപ്പ അതിൽ 2 ടൈപ്പ് ചമ്മന്തി ഉണ്ട്. ഒന്ന് കാന്താരി ചമ്മന്തി ഉണ്ട്, ഒന്ന് മുളക് അരച്ച ചമ്മന്തി. ഇതിപ്പോ ആൾക്കാരുടെ ഓപ്ഷൻസിനനുസരിച്ച് നിങ്ങൾ മാറ്റും. അതായത് സ്പൈസി കൂടുതൽ വേണമെന്നുള്ളവർക്ക് ചമ്മന്തി വേണം. ചമ്മന്തി കൂടുതൽ വേണ്ടവർക്ക് ഇത് കഴിക്കുമ്പോൾ തന്നെ ചിലർ പറയും കുറച്ചുകൂടെ ചമ്മന്തി വേണ്ടത്. നമ്മളെല്ലാ ഡിഷുകളും പോകുന്നത് ഈ അങ്ങനെയുള്ള ട്രഡീഷണൽ ഡിഷുകളെല്ലാം ഇതേപോലെ ക്യാൻഡിൽ വെച്ചിട്ട് ഈ അടുപ്പിന്റെ മേലിൽ വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു ട്രഡീഷണൽ നിലനിർത്തിക്കൊണ്ട് തന്നെ ടേസ്റ്റ് ചെയ്തോളൂ. കപ്പയും മത്തി വെച്ചതാണ്. അതിന്റെ ഒരു കോമ്പിനേഷൻ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. മത്തി കഴിക്കുമല്ലോ അല്ലേ? ഇഷ്ടം പോലെ മാറ്റോ? ഇല്ല, അത് നമുക്ക് വറ്റിച്ചതുണ്ട്, പിന്നെ തേങ്ങ അരച്ച കറിയുണ്ട്, നെല്ലിക്ക മാങ്ങയിട്ട മീൻകറിയുണ്ട്, നെല്ലിക്ക അതായത് ഉപ്പിലിട്ട നെല്ലിക്കയും മാങ്ങയിട്ട മീൻകറിയുണ്ട്, ഒരു തേങ്ങ അരച്ചതുണ്ട്, ഒരു മാങ്ങക്കറിയുണ്ട്. ഏത് നമ്മളുടെ മെനുവിലൊരു 4 വെറൈറ്റി മീൻകറികളുണ്ട്. അപ്പൊ അതേതാണ് മെനു നോക്കിയിട്ട് അവർക്ക് ഇഷ്ടമുള്ള. നമുക്ക് ഏറ്റവും കൂടുതൽ പോകുന്ന കുടമ്പിലിട്ട് വറ്റിച്ചാൽ. പിന്നെ നമ്മുടെ സ്പെഷ്യലാണ് നെല്ലിക്ക മാങ്ങ മീൻ കൂട്ടാൻ. അപ്പൊ നമുക്ക് ഈ കുടംപുളി ഇട്ട് വറ്റിച്ച മത്തിക്കറി, കിഴങ്ങ് എന്റെ നാട്ടിൽ പറയുന്നത് കപ്പ, അങ്ങൂടെ ഉള്ളത് നമുക്ക് ടേസ്റ്റ് വെക്കാം. എല്ലാ ഡിഷും ഒന്നിനൊന്ന് സൂപ്പറാണ്. അങ്ങനെ നമുക്ക് ഇത് കൂടുതൽ നല്ലതെന്ന് നമുക്ക് പറയാൻ തോന്നുന്നില്ല. ശരിക്കും എല്ലാത്തിനും അതിൻ്റെതായ ടേസ്റ്റിന്റെ രീതിയിൽ സൂപ്പറായിട്ടുണ്ട്. ശരിക്കും വറ്റിച്ചതിൽ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കിട്ടുന്ന ഒരു സാധനം എന്ന് പറയുന്നത് മത്തി മാത്രം. മത്തിക്കാണ് ആ ഒരു ഫീലിംഗ്. നല്ല വറ്റിച്ച് കുടമ്പിലിട്ട് വറ്റിച്ച് തലേന്ന് വെക്കുവാണെങ്കിൽ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ്. നമ്മുടെയൊക്കെ വീട്ടിൽ ഈ ചട്ടി വടിച്ചിട്ട് ചോറ് ഇട്ടിട്ട് നമ്മള് കഴിഞ്ഞ ഇതിലേക്ക് ഇട്ടിട്ട് നമ്മളിപ്പോ നമ്മളെ കാന്താരി മസാല തേച്ചല്ലോ, അതിനകത്ത് നമ്മൾ നാളികേരപ്പാലം എടുത്തിട്ട് നമ്മൾ അതിൽ മാത്രം അബ്സോർബ് ചെയ്ത് വെക്കും. കാരണം ആ കാന്താരി മസാല ഈ ഫിഷുമായിട്ട് ഒന്നുകൂടെ ഒന്ന് കൂട്ടി ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മളതൊന്ന് ലൈവാണ്. അതിൽ നമ്മൾ ഫ്ലെയിം ചെയ്യാം, ഡയറക്റ്റ് കുക്ക് ചെയ്യാം. ആ തേങ്ങാപ്പാല് നമ്മൾ ചോദിച്ചല്ലോ, അതൊന്ന് കുക്കാക്കുക എന്നുള്ളൊരു മെത്തേഡാണ്. കാന്താരി മസാല വെച്ച സൈഡും ഇത് നമ്മുടെ തവ മസാല വെച്ച സൈഡാണ്. ഇത് നമ്മൾ ഉള്ളിൽ നേരത്തെ നമ്മൾ കണ്ടായിരുന്നു ലൈവായിട്ട് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. ഇതിന്റെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പർ. പക്ഷെ ഇത് ഞാൻ പറയാം, ബാക്കി എല്ലാത്തിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ട ഇത് നോക്കാം. ഇതിന്റെ പേരെന്തായിരുന്നു? ഇത് നമ്മുടെ നോർമൽ തവ കല്ലിച്ചിട്ട മീൻ. കല്ലപ്പം നമ്മുടെ സ്പെഷ്യാലിറ്റിയാണ് കല്ലപ്പം ഇവരുടെ സ്പെഷ്യാലിറ്റിയാണ്. ഇതിന്റെ കൂടെ കഴിക്കുന്നത്. ഇതാണ് സാധനം. സാധാരണ എല്ലാവരും വെള്ളയപ്പം പിന്നെ അങ്ങനെ ചട്ടിയിൽ പരത്തിയാണ്, നമ്മള് കല്ലിൽ ചുട്ടെടുക്കുന്ന സാധനം. എങ്ങനെയാണുള്ളത്? കല്ലപ്പത്തില് നമ്മൾ ജീരകവും ചെറുള്ളിയൊക്കെ അരച്ച് എടുക്കണം. തേങ്ങ, ജീരകം, ചെറുള്ളിയൊക്കെ അരച്ചിട്ട് ട്രഡീഷണൽ സാധനം. നല്ല രസമുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട്.
എല്ലാം നമ്മൾ ഹോം മെയ്ഡ് റെസിപ്പീസ് ഇത് ചുട്ടെടുത്തതല്ലേ? കപ്പ ബിരിയാണി ഇവിടെ നമുക്ക് പല നാടുകളിലും പല പേരുകളായി എല്ലും കപ്പയും ഏഷ്യാഡ് എന്ന് പറയുന്നവരുണ്ട്. പല ഏരിയയിലേക്കൊക്കെ ഏഷ്യാഡ് നമ്മള് കപ്പ ബിരിയാണി എന്ന് പറയും. പിന്നെ കപ്പ ബിരിയാണി ഈ കാലിക്കറ്റിൽ ഉള്ളവർക്ക് അറിയില്ല. അപ്പൊ അവരുദ്ദേശിക്കുന്ന കപ്പയ്ക്കകത്ത് നല്ല ബീഫിന്റെ പീസൊക്കെ ഇട്ടിട്ട് കൊടുക്കുന്നത്. ശരിക്കും ഇത് എല്ലും കപ്പ, അതായത് തെക്ക് പോകുന്ന ഒരു സംഭവം തന്നെ. ട്രഡീഷണൽ അവിടെയുള്ള ഇഷ്ടംപോലെ കപ്പ ഉണ്ടാവും. അവരുടെ സ്ഥിരം ഭക്ഷണങ്ങളിൽ ഒന്നാണ് എല്ലും കപ്പ. ഇത് ചിക്കൻ്റെ അല്ലല്ല, ബീഫിന്റെ ഞാൻ വീണ്ടും അടുത്തൊരു ബീഫിന്റെ ഡിഷ് കഴിക്കാൻ പോവാണ്. എല്ലുകളൊക്കെ കടിച്ച് തിന്നാൻ എല്ലുകളാണ്. അങ്ങനത്തെ ടൈപ്പ് ബീഫ് കഴിക്കാതിരുന്ന ആള് ഷാപ്പിൽ വന്നപ്പോ ഫുള്ള് ബീഫിന്റെ ശരിക്കും അത്രയും ടേസ്റ്റ് ഉണ്ട്. കഴിക്കാൻ ഞാൻ ഇനിയൊന്നും ഇല്ല പാകത്തിന്. എനിക്കറിയാം ഭയങ്കര സ്പൈസി ഇഷ്ടപ്പെടുന്ന ഇതൊക്കെ എനിക്ക് ഇതുവരെ ഇഷ്ടമല്ല. ഓവറായാലും ഇഷ്ടമല്ല. ഇതുവരെ ഓക്കെ. എല്ലാം ഒന്നിനൊന്ന് സൂപ്പറാണ്. വെരി സൂപ്പർ. നേരത്തെ ഒരു കസ്റ്റമർ ഉണ്ടായിരുന്നല്ലേ, ആ ചേട്ടനോട് ചോദിച്ചപ്പോഴും ഈ ബീഫ് കപ്പ ബിരിയാണി അല്ലേ, കപ്പ ബിരിയാണി ആണ് വൺ ഓഫ് ദ ഫേവറേറ്റ് എന്ന് പറഞ്ഞത്. ഇത് നമ്മളുടെ ചോറും കൂട്ടാനും അത് നമ്മൾ മൺചട്ടിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മൾ വീട്ടിലൊക്കെ കഴിക്കുന്ന പോലെ ആ ഒരു ഫീല് കൊടുക്കും. അമ്മ കഴിച്ചോണ്ടിരിക്കുകയാണ് മാങ്ങാച്ചാറ്, പച്ചടി, നമ്മുടെ വെള്ളരിക്ക പച്ചടിയാണ്, അവിയുണ്ട്, ഇത് ചീരത്തോരനാണ്, കാന്താരി ചമ്മന്തി, ബീട്രൂട്ട് അച്ചാറ്, മാങ്ങാച്ചാറ്, പിന്നെ 2 ടൈപ്പ് മീൻകറി, ഒന്ന് കുടമ്പളിട്ട മീൻകറി, ഒന്ന് തേങ്ങ അരച്ച മീൻകറി, നടുക്ക് പുളിശ്ശേരി, പിന്നെ കൂടെ കൂട്ടാനൊരു ചെറിയ ഉണക്ക മീൻ. രണ്ടുപേരാണ് എന്റെ പാർട്ട്നേഴ്സ് വരുന്നത്. ചേട്ടന്റെ പേര് ഇത് നമ്മളുടെ ചക്ക മാങ്ങ തേങ്ങ എന്ന് പറയും. ഒരു എന്താ പറയുക, നാടൻ സാധാരണ ഒരു ജ്യൂസാണ്. അപ്പം പക്ഷെ നമ്മളിത് പ്രസന്റ് ചെയ്യുന്നത് വേറെ ചക്ക, മാങ്ങ, തേങ്ങ. അപ്പം അങ്ങനെ ഇത് ഒഴിക്കുന്നതും അങ്ങനെ തന്നെയാണ്. എന്നിട്ടാണ് ഇത് മൂന്ന് ജ്യൂസായിട്ടാണ് വരുന്നത്. നമ്മളിവിടെ വന്നിട്ട് കസ്റ്റമർ മുന്നിൽ നിന്നിട്ട് ഇത് ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്ത് നമ്മൾ മേക്ക് ചെയ്ത് ബ്ലെൻഡ് എന്ന് വെച്ചാൽ ഇതിൽ ഐസ് ക്യൂബ് ഒന്നുമില്ല. ഉള്ള ഐസ് ക്യൂബ് ഉള്ളത് ഇത് മാത്രമേ ഉള്ളൂ, ഈ ട്യൂബിനുള്ളിലാണ്. അപ്പോൾ ഇത് ഈ ഐസിലൂടെ ചിൽഡായിട്ട് നേരെ താഴത്തെ ഇതിലേക്ക് വരും. നമ്മൾ ഈ ചക്കയൊക്കെ നമ്മൾ ഓൾറെഡി മേക്ക് ചെയ്ത് വരട്ടി വെക്കും. അതിന് ഒരു ലൈഫുണ്ട്. മാങ്ങയൊക്കെ നമുക്ക് അവൈലബിൾ ആവും. പിന്നെ ഇളനീരിന്റെ ജ്യൂസാണ്. ഒരു സിഗ്നേച്ചർ ഡ്രിങ്ക് എന്ന് പറയാം. ഏറ്റവും അധികം ഇതെല്ലാം ഒരു ഡിഷായിരുന്നു. ഇങ്ങനെ രസമുണ്ട്. ഓരോന്നിന്റെ ഫ്ലേവർ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്തിട്ട് ഒരു വേറെ തന്നെ ഒരു ടേസ്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. ശരിക്കും നല്ല ഇളനീരല്ലേ നിങ്ങൾ ചെയ്യുന്നത്? അപ്പൊ ആ ഇളനീരും കൂടെ ഒക്കെ ചേർന്നിട്ട് ഭയങ്കര നല്ല ടേസ്റ്റ് ആണ് വരുന്നത്. പഴവും ഞങ്ങൾ പൊടിച്ചിട്ട് പിടിക്കാൻ പിടിക്കുക. അവസാനം
കഴിക്കാം അല്ലെ, പപ്പടവും ഐസ്ക്രീമും പഴവും എല്ലാം കൂടെ ചേർന്നിട്ട് ഭയങ്കര ടേസ്റ്റ് ആണ്. കാരണം നമ്മൾ ഇങ്ങനത്തെ ഹെവി ഫുഡെല്ലാം കഴിച്ചിട്ട് ഒരു ഇവരുടെ കുറേ സ്പെഷ്യൽ ഫുഡ്സുകൾ നമ്മൾ ടേസ്റ്റ് ചെയ്തു. നമുക്ക് എത്ര ഷവർമ, ഷവായി അല്ലെങ്കിൽ പാസ്ത അങ്ങനെയുള്ള എത്ര ഫുഡുകൾ നമ്മൾ കഴിച്ചാലും നമുക്ക് എപ്പോഴെങ്കിലും നമ്മുടെ മനസ്സിൽ എന്തായാലും തോന്നും നമുക്ക് നാടൻ നല്ല ഫുഡ് മറ്റതൊക്കെ നമുക്ക് 2-3 ദിവസം കഴിക്കാൻ തോന്നുമായിരിക്കാം. പക്ഷേ ഒരു റെഗുലർ ആയിട്ട് നമുക്കൊരു മീൽസിന്റെ ടൈം ആകുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ഉച്ച സമയത്ത് നമുക്ക് എന്ത് തന്നെ ആയാലും നമ്മുടെ ആ ഒരു നാടൻ ടേസ്റ്റിലുള്ള അല്ലേ, നമുക്ക് എത്രയായാലും നമ്മുടെ നാടൻ രുചിയിലുള്ള നമ്മുടെ കേരളത്തിൻ്റെതായ ഒതന്റിക് ആയിട്ടുള്ള ഫുഡ് തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. അപ്പോൾ അത് നമുക്ക് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ തന്നെ നമുക്ക് നമ്മുടെ ഈ ഷാപ്പിൽ നിന്ന്, കോഴിക്കോട് ബീച്ചിനടുത്തുള്ള ഷാപ്പിൽ നിന്ന് നമുക്ക് അവൈലബിൾ ആണ്. നല്ല അഫോർഡബിൾ റേറ്റ്സ് ആണ്, നല്ല ടേസ്റ്റി ആണ്, പിന്നെ നല്ല നൊസ്റ്റാൾജിക് ഫീലാണ്. നമുക്ക് ഇവിടെ നിന്ന് തന്നെ കടലൊക്കെ നമുക്ക് അത് അടുത്ത് തന്നെ ഉണ്ട്. നല്ലൊരു കാറ്റും കുളിർമയും ഒക്കെയുള്ള നല്ലൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാം കൊണ്ടും വളരെ ഒരു ട്രീറ്റ് തന്നെയാണ് ഇവിടെ കിട്ടുക. അപ്പം എല്ലാവരും എന്തായാലും ഇവിടെ വരണം. ഇവർ രണ്ടുപേരുമാണ് ഇവിടുത്തെ ഓണേഴ്സ്. അപ്പം നിങ്ങൾ എന്തായാലും ഇവിടെ വരണം, നിങ്ങൾ ഫുഡ് കഴിക്കണം. പിന്നെന്താണ്, എല്ലാവരോടും പറയണം ഇവിടുത്തെ ടേസ്റ്റിനെ പറ്റിയിട്ട്. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം നമുക്ക് ഇനിയും ഇങ്ങനെയുള്ള നല്ല നല്ല വീഡിയോസ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം. അപ്പോൾ എന്തായാലും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ എല്ലാവരും വീഡിയോസ് എല്ലാം കാണണം. ഇനിയുള്ള വീഡിയോസ് എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. കോഴിക്കോട് ഇപ്പോൾ അന്യ ഡിസ്ട്രിക്റ്റിലുള്ള ആൾക്കാരാണെങ്കിലും കോഴിക്കോട് എല്ലാവരും വരുന്നൊരു പ്ലേസ് തന്നെയാണ്. അപ്പോൾ വരുമ്പോൾ ഇവിടെ വരണം, ഇവിടുത്തെ ഫുഡ് കഴിക്കണം. ഒരു വട്ടം കഴിച്ചാൽ എന്തായാലും നിങ്ങൾ പിന്നെയും വരും, അതൊക്കെ ഉറപ്പാണ്. അപ്പോൾ എന്തായാലും നിങ്ങളിവിടെ വരുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ അല്ലേ. ഏകദേശം ഞാനിവിടെ വന്നിട്ട് ഇപ്പോൾ ഒരു 2-3 മണിക്കൂറാവും. അപ്പോൾ ഇത്രയും സമയം നമ്മളോട് ഇത് നല്ലോണം കോപ്പറേറ്റ് ചെയ്ത് ഇവിടുത്തെ പ്ലേസ് എല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ തന്നു. കിച്ചണിൽ നമ്മളെ കയറ്റി അവിടെ നമ്മളെ ഷൂട്ട് ചെയ്യാൻ സമ്മതിച്ചു. അതുപോലെ തന്നെ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. നമുക്ക് അവരുടെ ഓരോ പ്രിപ്പറേഷൻസിനെ സ്റ്റെപ്പ് വൈസ് നമുക്ക് കാണിച്ചു തന്ന് നല്ലോണം കോപ്പറേറ്റ് ചെയ്ത് നല്ലോണം ഹെൽപ്പ് ചെയ്ത് എല്ലാം ചെയ്തു തന്നു. ഒരുപാട് ബിഗ് താങ്ക്സ് ഫ്രം ഡെപ്ത് ഓഫ് മൈ ഹാർട്ട്. അപ്പോൾ ഇതാണ് അപ്പോൾ കാരണം ഇങ്ങനെ ഒരു ബ്ലോഗ് ചെയ്യുന്ന അത്രയ്ക്ക് പിന്നെ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവട്ടെ. അപ്പോൾ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം, ഷെയർ ചെയ്യണം. ഇത്രയും നല്ലൊരു ഇത് ചെയ്തതിന് അരിപ്രയനോട് ഞങ്ങൾ അങ്ങോട്ട് താങ്ക്സ് പറയാനേ. എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.